Hi all, welcome back to our organization's YouTube channel, APE Foundation, Association of Educational Acknowledgement Program, an initiative led for the purpose of giving the underprivileged students the help and support and those who dream a career in business entrepreneurship. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് എന്ന് നോക്കിയാൽ മാസ്റ്ററിംഗ് സക്സസ്. എങ്ങനെ നമുക്ക് സക്സസ് നേടാം ബൈ എഫക്റ്റീവ് ടൂൾസ്. അതായത് ഏറ്റവും നല്ല രീതിയിൽ ഏതൊക്കെ രീതിയിൽ നമ്മൾ ടാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യുന്നു ആ രീതിയിൽ എങ്ങനെയാണ് എക്സാംസ് നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അനാലിറ്റിക്കൽ തിങ്കിങ് വേണം, അല്ലെ? നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അത് ആദ്യം അത് കറക്റ്റ് പ്രോപ്പർ വേ ആണോ അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജിക് വേയിലാണോ ഞാൻ ചെയ്യുന്നതെന്ന് നോക്കണം. സോ മാസ്റ്ററിംഗ് സക്സസ്, എക്സാംസ്, എഫക്റ്റീവ്ലി സ്റ്റഡി ആൻഡ് ഓൺട്രപ്രണറൽ മൈൻഡ് സെറ്റ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ now we embark on a transformation journey. അല്ലെ, നമ്മൾ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണിയിലാണ്. അതായത് നമ്മളുടെ ഏറ്റവും വലിയ ഒരു ഈ APE ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷൻ തുടങ്ങുന്നതിന്റെയും ഇതിന്റെ നമ്മളുടെ മാത്രമുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ചുമ്മാ ഒരു പേപ്പറിലുള്ളതോ അല്ലെങ്കിൽ ബുക്കിലുള്ളതോ പഠിക്കുന്നതല്ല സംഭവം. പകരം നമ്മൾ ഇവിടെ ചെയ്യുന്നത് റിയൽ ലൈഫിൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു, അതുപോലെ റിയൽ ലൈഫിൽ പ്രോബ്ലംസ് എങ്ങനെ അനലൈസ് ചെയ്ത് സോൾവ് ചെയ്യുന്നു എന്നുള്ളതിലൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻസ്. സോ റിയൽ ലൈഫ് ഗെയിനിങ് ആണ് ഇവിടെ വരുന്നത്. നമ്മൾ അത് റിയൽ ലൈഫായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് പിന്നീട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആവശ്യമില്ല. വൈൽ വി ആർ ഗെയിനിങ് എക്സ്പീരിയൻസ് ഓൺ ദാറ്റ്, നമ്മൾ പഠിക്കുമ്പോൾ ജസ്റ്റ് ബുക്ക് മാത്രമല്ല പഠിക്കുന്നത്, പകരം ആ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എഡ്യൂക്കേഷൻ നോട്ട് മെയർലി അബൌട്ട് മെമ്മറൈസിങ് ഫാക്ട്സ് ഓൺ എ എക്സാം പേപ്പർ, അല്ലെ? നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് കേൾക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു ഇതുണ്ട്, ബുക്ക് ഉണ്ട്, അത് നമ്മൾ പഠിക്കണം. ദാറ്റ് ഇസ് എഡ്യൂക്കേഷൻ. ബട്ട് മെയർലി അത് മാത്രമാണോ എഡ്യൂക്കേഷൻ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് നോട്ട് ദ ഫാക്ട്. അതായത് ഒരു പേപ്പറിലുള്ളതെല്ലാം പഠിച്ച് കാണാപ്പാഠം പഠിച്ച് അത് ഒരു എക്സാം വരുമ്പോൾ അറ്റൻഡ് ചെയ്യുക, അങ്ങനെയല്ല നമ്മൾ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെയും അതുപോലെ എഡ്യൂക്കേഷൻ എക്സാമിനേഷൻ അതെല്ലാം കാണേണ്ടത്, ക്വാളിഫിക്കേഷൻ ഇതൊന്നും ഇങ്ങനെയല്ല കാണേണ്ടത്. മറ്റൊരു രീതിയിൽ നോക്കണമെങ്കിൽ ഇറ്റ്സ് അബൌട്ട് ബിൽഡിംഗ് ദ മെന്റൽ ഫ്രെയിം വർക്ക്, ഡിസിപ്ലിൻ, വിഷൻ റിക്വയർഡ് ടു ഷേപ്പ് ദ ഫ്യൂച്ചർ. ആർ യു ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്? ദി തിങ് ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ഷേപ്പിംഗ് അവർ ഫ്യൂച്ചർ. അതായത് നമ്മളുടെ ഭാവിയെ രൂപപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് എങ്ങനെയാണോ നമ്മളുടെ ഫ്യൂച്ചർ ഡിസൈൻ ചെയ്യുന്ന ഒരു രീതി, ആ രീതിയിലേക്ക് നമ്മളെ ഷേപ്പ് ചെയ്യും. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മോസ്റ്റ് പവർഫുൾ വെപ്പൺ ഇൻ ദ വേൾഡ്. അതായത് ഈ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പവർഫുൾ ആയിട്ടുള്ള വെപ്പൺ അത് എഡ്യൂക്കേഷൻ ആണ്. ആൻഡ് യു ഹാവ് ടു യൂട്ടിലൈസ് ദോസ് റിസോഴ്സസ്. നമുക്ക് ചുറ്റിനുമുള്ള റിസോഴ്സസ് ഉണ്ട്, അതെല്ലാം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. നമ്മൾ ചുമ്മാ നമുക്ക് എല്ലാം എഡ്യൂക്കേഷൻ ഉണ്ട്, എല്ലാ സംഭവങ്ങളും എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ദെൻ വൈ നോട്ട് യൂട്ടിലൈസിങ് ഇറ്റ്? എന്തുകൊണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട്? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ മാർക്ക്. അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്, എന്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന റിസോഴ്സസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല? ആസ് എ സ്റ്റുഡന്റ് നമ്മൾ ചെയ്യേണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ, അനലിറ്റിക്കൽ തിങ്കിങ്ങോടെ ഒരു പ്രൊഫഷണൽ സ്ട്രാറ്റജിക് അക്രഡിറ്റഡ് മെത്തേഡ്സ് ഉപയോഗിച്ച് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദർ ഇസ് നോ ഡൗട്ട് ഓൺ ഇറ്റ്, ലൈക്ക് യു വിൽ സ്കോർ എ ഹൈ മാർക്ക് ഇൻ ദ എക്സാമിനേഷൻ. സോ പ്രിപ്പയർ ഫോർ ദിറ്റ്. അപ്പൊ അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഒരു എക്സാമിനേഷൻ പ്രിപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ജസ്റ്റ് ചുമ്മാ ഓടിച്ച് ബുക്കൊക്കെ നോക്കിയിട്ട് അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതല്ല എക്സാമിനേഷൻ പ്രിപ്പറേഷൻ. എല്ലാവരും ഒന്ന് മാറി ചിന്തിക്കുക, വ്യത്യസ്തമായിട്ട് ഡിഫറെന്റ് രീതിയിൽ ചിന്തിക്കുക. അങ്ങനെയാണ് നമ്മൾ ഈ APE ഫൗണ്ടേഷനിൽ നോക്കുന്നത്. നമ്മളിവിടെ ബിസിനസ് ഓൺടർപ്രണർഷിപ്പ് കോഴ്സ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റിയൽ വേൾഡ് ടാക്ടിക്കൽ ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ ചെയ്യുമ്പോൾ റിയൽ വേൾഡ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഗെയിൻ ചെയ്യുന്നത്. ആൻഡ് യു നോ ഹൗ ടു ഡു ദാറ്റ്.
If you get a problem, there is no doubt that you can solve that, isn't it? Like you will be able to solve that. നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം അത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈവൻ എക്സാമിനേഷൻ ആണെങ്കിലും very easy you can crack the examination. The first thing you have to do is that you have to study with strategic accredited method, and that method is providing in our organization. So as the CEO and founder of this Ape Foundation, myself, I am thinking one thing is that my mission is to bridge the gap between academic learning and real world impact. അതായത് ഒരു അക്കാഡമിക് ഒരു ഇമ്പാക്റ്റ് ഉണ്ട് അല്ലെ, അതിനേക്കാൾ ഉപരി അക്കാഡമിക് ലേണിനേക്കാൾ ഉപരി ഒരു റിയൽ വേൾഡ് ഇമ്പാക്റ്റ് സൃഷ്ടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അതായത് എങ്ങനെ ഈ റിയൽ വേൾഡ് ഇമ്പാക്റ്റ് സൃഷ്ടിക്കാമെന്ന് വെച്ചാൽ, ആൻഡ് ദാറ്റ് ഈസ് ഹൗ ദ Ape Foundation showcases to you. ആ ഒരു Ape Foundation നിങ്ങൾ ഒന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് എന്താണ് ഷോക്കേസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഹൗ ടു ഇംപ്രൂവ് യുവർ ആപ്ലിക്കേഷൻ സ്കിൽസ്, നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു, ആൻഡ് യു ആർ ഗെറ്റിംഗ് വൺ പ്രോബ്ലം ഓർ ബിസിനസ് സിനാരിയോ ടു സോൾവ് ഓഫ്, വാട്ട് യു വിൽ ബി ഡൂയിങ്. എന്താണ് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം, ഒരു ബിസിനസ് അനാലിസിസിനെ ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾ എങ്ങനെ അത് ക്രാക്ക് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ അതിനെ സോൾവ് ചെയ്യും. മേ ബി യു വിൽ ഗോ ത്രൂ ദ ബുക്സ് ദാറ്റ് യു ഹാവ് സ്റ്റഡീഡ്. നിങ്ങൾ ബുക്ക് തിരഞ്ഞു നോക്കും, അല്ലെങ്കിൽ മേർലി യു ഹാവ് റിട്ടൺ ടു ദ പേപ്പർ. അതേ സമയത്ത് സ്ട്രാറ്റജിക് മെത്തേഡ്സ് ഉണ്ട് ഇത് സോൾവ് ചെയ്യാനായിട്ടുള്ള. അങ്ങനത്തെ മെത്തേഡ്സിൽ നിങ്ങൾ അത് സോൾവ് ചെയ്യണമെങ്കിൽ വിതിൻ മിനിറ്റ്സ് യു ക്യാൻ സോൾവ് ദ ക്വസ്റ്റ്യൻ. സോ ആ ഒരു രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷൻ ലെവൽ നോളജ് നമുക്ക് കിട്ടണം. ജസ്റ്റ് ആപ്ലിക്കേഷൻ ലെവൽ നോളജ് അല്ല, to get a real world application knowledge and experience impact. Now there is traditional learning and modern learning. നമ്മൾ ഇവിടെ നോക്കുന്നത് modernized learning, which is strategic accredited methods ആണ് നമ്മൾ കൊടുക്കുന്നത്. Now that will bridge us the gap. There is something gap where there are so many students who have no education but have skills. The skills have more value than education, right? In this real life world, സ്കിൽസിന് വളരെയധികം ഇമ്പോർട്ടൻസി ഉണ്ട്. സ്കിൽസ് എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവ്, ജസ്റ്റ് ഒരു എബിലിറ്റി എന്നതിന് ഉപരി അതെങ്ങനെ ആപ്ലിക്കേഷൻ ലെവലിൽ വർക്ക്ഔട്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ, when I get one question about one business scenario and how I am doing that question with my application level knowledge, it's very important. നമുക്ക് ഒരു എഡ്യൂക്കേഷൻ പദവി ഉണ്ട്, and it's absolutely fine, but if you have a skill to do that, if you have an application level to do that, then you will be higher first. നിങ്ങളെ കമ്പനി റിക്രൂട്ട് ചെയ്യും. Why? Because you have the application level skill, like to solve the business scenario problem by seeing them applying strategic accredited methods, and you are going to solve that. Then it means that what? You are having application level real world experience skill, and you need to gain that skill. To gain that skill, now in this Ape Foundation organization, we are teaching every student an entrepreneurial mindset to grow them like by step approach. ഒരിക്കലും നമുക്ക് പറയാൻ കഴിയത്തില്ല ഞാൻ കേറുമ്പോ തന്നെ എനിക്ക് ഇത്രയും ആകണം എന്നൊന്നുമല്ല. ബൈ സ്റ്റെപ്പ് നമുക്ക് ഓരോരോ ചുവട് വെച്ച് പോകാം. ഓരോരോ ചുവടിലും നമ്മൾ ഓരോരോ കാര്യങ്ങൾ പഠിക്കുകയും അതിനനുസരിച്ചുള്ള ലെവലിലേക്ക് ഉയരുകയും. ലൈക്ക് ഫ്രം ഫൗണ്ടേഷൻ ലെവൽ ദർ ഇസ് certain programs, മാനേജ്മെന്റ് ലെവലിൽ പ്രോഗ്രാംസ് ഉണ്ട്, ആൻഡ് പ്രൊഫഷണൽ ലെവൽ. ഇങ്ങനെ 3 ലെവൽസ് കഴിഞ്ഞു പോകുമ്പോൾ you are becoming masters in business entrepreneurship. Look how far you are going to become. ഒരു ബിസിനസ് entrepreneurship മേഖലയിൽ ബിസിനസ് കൺസൾട്ടന്റ്, ബിസിനസ് അഡ്വൈസർ, there are so many kind of position. Now, how to become an entrepreneur? To become a CEO of a company, to become a founder,
നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് തിങ്കിങ് വേണം. വെറുതെ ഒരു കാര്യം പറഞ്ഞത് കൊണ്ടായില്ല, അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, എക്സിക്യൂഷനിൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നൗ ഹൗ ടു എക്സിക്യൂട്ട് ദാറ്റ് ഇസ് ബൈ ഗെറ്റിംഗ് ദിസ് tactical skills, applied skill level with proven strategic accredited methods. Now, why I am repeatedly saying about the strategic accredited method is now what we are teaching in the 8th foundation. നമ്മുടെ 8th foundation എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത് സ്ട്രാറ്റജിക് പ്രൂവൺ അക്രഡിറ്റഡ് മെത്തേഡ്സ് ആണ്. ഈ മെത്തേഡ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വ്യക്തിക്ക് ആപ്ലിക്കേഷൻ ലെവൽ നോളജിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. And that will be your life-changing moment or turning moment. There will be a turning point, അല്ലേ? നമ്മളൊക്കെ പറയും +2 ആണ്, അല്ലെങ്കിൽ ആ ലെവലിലുള്ള ഒരു എഡ്യൂക്കേഷൻ കഴിയുമ്പോഴത്തേക്കും ഇത് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ് ആണ്. Now you have to decide what is going to happen the next. അതായത് ഞാൻ എന്താണ്, ഏത് ഫീൽഡിലേക്കാണ് പോകേണ്ടത്. ആൻഡ് ഓൾസോ 10th ലെവലിന്റെ ഗ്രേഡ് എത്തുമ്പോഴത്തേക്കും പറയും, അല്ലെ, പാരന്റ്സ് പറയും, നിന്റെ ടേണിംഗ് പോയിന്റ് ആണ്, നീ തീരുമാനിക്കണം നിനക്ക് എന്ത് വേണം, കൊമേഴ്സ് ഫീൽഡ് വേണോ, സയൻസ് ഫീൽഡ് വേണോ, ഹ്യൂമാനിറ്റീസ് ഫീൽഡ് വേണോ. You are the one who is deciding those things, isn't it? So by deciding this, നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് എന്റർപ്രണർഷിപ്പ് കരിയർ ആഗ്രഹിക്കുന്നത്, ഡ്രീമിങ്, അതായത് ഒരു CEO പൊസിഷനിൽ, ഒരു ഫൗണ്ടറിംഗ് പൊസിഷനിൽ നിങ്ങൾക്ക് ഇരിക്കുക എന്നുണ്ടെങ്കിൽ that will be your lasting success. And everyone is having one question is that, is it risk? Of course, there is no doubt is that each and every business have risk. Not in business, every enterprise have risk. Risk ഇല്ലാത്ത ഒരു സ്ഥലം നമുക്ക് മേഖലകളില്ല, എല്ലാത്തിലും റിസ്ക് ഉണ്ട്. And by tackling them, overcoming those risk is known as an entrepreneur, where it changes everything. ഈ ഒരു പറയുന്ന റിസ്ക് ഇതെല്ലാം അഭിമുഖീകരിച്ച് ഇതിനെല്ലാം തരണം ചെയ്തു വരുന്ന ഒരു ആളിനെയാണ് സക്സസ്ഫുൾ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ ലിസ്റ്റഡ് ഇൻ ദ റാങ്കിങ് നമ്പർ 1 ബിസിനസ് ഓൺട്രപ്രണേഴ്സ് ഇൻ ദ വേൾഡ് ഇറ്റ്സെൽഫ്, ഗ്ലോബലി. സോ നിങ്ങൾക്കും അങ്ങനെ ആകാനായിട്ട് സാധിക്കും. നിങ്ങൾ ഓരോ ആൾക്കാർക്കും എങ്ങനെ ആകാൻ സാധിക്കും? ബിസിനസ് ഓൺട്രപ്രണേഴ്സ്, നോട്ട് ജസ്റ്റ് ബിസിനസ് ഓൺട്രപ്രണേഴ്സ്. It's a life turning point. And I'm sure that each and every person, now we are giving more support to underprivileged students, which means that ഒരുപാട് ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ ഇല്ലാതെ ആയി പോയിട്ട് പിന്നെ എന്ത് ചെയ്യണം എന്നറിയില്ല. പക്ഷെ എനിക്ക് ഈ ബിസിനസ് ഓൺട്രപ്രണർ കോഴ്സ് കരിയർ അത് എനിക്ക് വളരെയധികം ഇഷ്ടമാണ്, അതിലെത്തിപ്പെടണം എന്നുള്ള ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷെ അതെല്ലാം ഓക്കെ ആക്കാൻ ആണ് ഈ ഒരു ഫൗണ്ടേഷൻ കൂടി ഉള്ളത്. ബി ദ സ്ട്രെങ്ത്. ഈ ഒരു ഫൗണ്ടേഷൻ നിങ്ങൾക്കൊരു സ്ട്രെങ്ത് ആയിട്ട് മാറും, വിച്ച് മീൻസ് ദാറ്റ് യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് വാട്ട് ഈസ് ഗോയിങ് ഇൻ യുവർ ലൈഫ്. കീപ് ഓൺ മൂവിങ്. നിങ്ങളൊരു ട്രാക്ക് ഇട്ടിട്ടുണ്ട്, അതിലേക്ക് മൂവ് ചെയ്യുക. യു ഡോണ്ട് ഹാവ് ടു ലുക്ക് ഫോർവേഡ് ഹിയർ ആൻഡ് ദെയർ ദാറ്റ് വാട്ട് അതർ പീപ്പിൾസ് തിങ്ക്. നിങ്ങൾക്ക് ഒരാളുടെയും വാലിഡേഷന്റെ ആവശ്യമില്ല. So, become a best entrepreneur in the world ആകണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ you have to join our 8 team. നിങ്ങളുടെ 8 ഫൗണ്ടേഷൻ അസോസിയേഷൻ ഓഫ് എഡ്യൂക്കേഷൻ അക്നോളജ്മെന്റ് പ്രോഗ്രാം ടീമിലേക്ക് ജോയിൻ ചെയ്യണം. which means that by joining this means it's your lasting success. You are getting applied skill level knowledge, a professional knowledge with a proven strategic accredited methods. And after getting this, you are getting a master's in business entrepreneurship certificate. And now, as for this, you can become a best entrepreneur in the world by just seeing a problem. You can say that this is the answer for the question. You can solve easily scenarios because you have gained real life experiences through this tactical, strategic, proven accredited methods. സോ ഇതാണ് ഇന്നത്തെ ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്.
എക്സാം ടിപ്സ്. നമുക്ക് ഒരുപാട് എക്സാം ടിപ്സ് വരുന്നുണ്ട്. നമുക്ക് ആക്റ്റീവ് റീകോളിംഗ് ചെയ്യാവുന്നതാണ്, സ്പേസ്ഡ് റിപ്പിറ്റേഷൻ ഉണ്ട്, ഫെൻമാൻ ടെക്നിക്, സ്ട്രാറ്റജിക് എക്സാം, അത് അങ്ങനെ ഒരുപാട്, അതായത് സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ട് ഒരുപാട് ടെക്നിക് ആൻഡ് മെത്തേഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. വൈ നോട്ട് യൂസിങ് ഇറ്റ്? നിങ്ങൾ എന്തിനാണ് റിസോഴ്സസ് വേസ്റ്റ് ചെയ്യുന്നത്? യു ഹാവ് റിസോഴ്സസ്, you have the capacity to do that, you have the potential to do that, then just do it. Why you are bothering others? Why you are seeking validation from others? You don't need that. You have your own identity, you have your own dignity. Move on with that. You will be getting success when your hard works meet your vision and persistence, consistency and perseverance, and it becomes, and it will makes you to the lasting success. Exam don't reward the person who knows everything. They reward the person who communicates what they know most clearly, efficiently and calmly under pressure. അതായത് എക്സാംസ് ഒക്കെ നടത്തുമ്പോൾ ഒരു കാരണവശാലും എല്ലാം അറിയാവുന്ന ഒരാൾക്കല്ല എക്സാം ശരിക്കും റിവാർഡ് ചെയ്യുന്നത്. എക്സാം ശരിക്കും റിവാർഡ് ചെയ്യുന്ന ആർക്കാണ്? അവർക്കറിയാവുന്നത് വളരെ പ്രോപ്പറായിട്ട്, കൺസൈസ് ആയിട്ട്, ക്ലിയർ ആയിട്ട്, എഫക്റ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്കാണ് എക്സാമിനേഷൻ റിവാർഡ് ചെയ്യുന്നത്. യു ഷുഡ് ബി വൺ ഓഫ് ദാറ്റ്. ഐഡന്റിഫൈങ് റിയൽ വേൾഡ് പ്രോബ്ലംസ്, വാല്യൂ പ്രൊപ്പോസിഷൻ, റെസിലൻസ് ആൻഡ് ഗ്രിറ്റ്, ഫിനാൻഷ്യൽ ലിറ്ററസി. ഒരു വെഞ്ചർ എടുത്ത അതിന്റെ കോർ പില്ലേഴ്സ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങൾ ബിസിനസ്സിൽ അടങ്ങിയിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും ഓരോ വീഡിയോസിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ മോട്ടിവേഷൻ ക്ലാസ്സസ് അത് ലോഞ്ച് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ ജസ്റ്റ് ഒരു ഐഡിയ തന്നതാണ്. നമ്മൾ മോട്ടിവേഷൻ ക്ലാസ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ക്ലാസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണണം. അപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ അതിനകത്ത് ഒരുപാട് ടിപ്സ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ആ ടിപ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സാമിനേഷൻ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടിൽ ദെൻ താങ്ക് യു.